ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുറേ കാലമായല്ലോ അല്ലേ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോഴാണ് ഇന്ന് രാവിലെ ഞാൻ വീട്ടുമുറ്റത്തുള്ള ഈ ഒരു ചട്ടിയിലെ ഇലകളൊക്കെ നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് പറിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഏതായാലും ഈ കിഴങ്ങൊക്കെ പറിച്ചെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയുന്നവരെന്ന് പോയിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ചട്ടിയിലുള്ള ഈ ഒരു ഇല ഒന്ന് പറിച്ച് നോക്കാം. ഗൈസ്, എനിക്ക് എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഒരു വിധത്തിൽ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ താഴോട്ടും കിഴങ്ങുകൾ ഉണ്ടാകും. അപ്പോൾ ഇനി അതൊന്ന് കൈ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒക്കെ ഒന്ന് കിളച്ച് മറിച്ച് എടുത്ത് നോക്കണം. ഈ ടൈമിലൊക്കെ മോനെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്താ പൂച്ച മാന്തുന്ന പോലെ മാന്തുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും കുറച്ചൊക്കെ കിഴങ്ങുകൾ ഇതിൻ്റെ താഴെ ഉണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ പറിച്ചെടുത്തതിന് ശേഷം തിരിച്ച് ഈ ഒരു ചട്ടിയിലോട്ട് തന്നെ നടണം എന്നുണ്ട്. കാരണം ഇനിയും ഇതുപോലെ നമുക്ക് വിളവെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് വീട്ടിൽ ഇതുപോലെ ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിപ്പോൾ ഞാൻ എന്താണെന്ന് പറയാം, ഇഞ്ചിയാണ് കേട്ടോ. ഞാൻ അവസാനം പറയാമെന്നാണ് വിചാരിച്ചത്. ഏതായാലും ഞാൻ പറഞ്ഞു ഇഞ്ചിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടപ്പോഴേക്ക് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഭാഗം, അതായത് ആ മുള പൊട്ടിയ ഭാഗം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് തിരിച്ച് ഇതിലോട്ട് തന്നെ നടണം. അപ്പോൾ ഇത്രയൊക്കെ കിഴങ്ങ് ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇതിൻ്റെ മുകളറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചിയുടെ ഇങ്ങനെ മുള പൊട്ടി നിൽക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി അങ്ങനത്തെ വെണ്ണീറൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കിഴങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചിയുടെ ഒരു സ്മെല്ല് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇത് പറിച്ചിട്ട് ശീലമുള്ളവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ലേശം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ പറിച്ചെടുത്തിട്ടുള്ള ഇഞ്ചി നന്നായിട്ടൊന്ന് 2 തവണ കഴുകിയിട്ടുണ്ട്. എന്തൊരു സ്മെല്ലാണെന്നറിയോ അത് പൊട്ടിച്ചപ്പോൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇഞ്ചി മഞ്ഞളൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെറിയ ചുരുങ്ങിയ സ്ഥലത്തൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്